ഈ പറയുന്ന ശംഖുമുഖം തൊട്ട് വടക്കോട്ട് തൃശ്ശൂർ വരെ വളരെ രൂക്ഷമായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. ശംഖുമുഖത്ത് ഇത്തവണ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു കണക്ക് 20,000 ഹെക്ടറാണോ ഏക്കറാണോ എന്ന് ഇപ്പോഴും വ്യക്തതയില്ല. കടലെടുത്തു എന്ന് പറയുന്നത് അത്രയും ഭൂമി ഇത് എവിടെ നിന്നുള്ള ഏത് കണക്ക് അനുസരിച്ചാണ് എന്നുള്ളതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. അതുപോലെ ഇപ്പോഴും പുറത്തു വരുന്ന പല ചിത്രങ്ങളിലും കാണുന്നത് IRE മണൽ ബീച്ച് വാഷിംഗ് നടത്തുന്ന 700 മീറ്റർ, അതായത് 3/4 കിലോമീറ്ററോളം മാത്രം വരുന്ന ഒരു ഭാഗം, അത് അകത്തോട്ട് കയറിയിട്ടുണ്ടെന്നുള്ളത് ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ തന്നെ വ്യക്തമാണ്. അപ്പോൾ അവിടെ പുലിമുട്ട് നിർമ്മിക്കുന്നുണ്ട്, അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, IREയുടെ ഓൺ ഭൂമിയാണ് അത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ആവശ്യപ്പെടുന്നത് സീ വാഷിംഗ് മാത്രം അവസാനിപ്പിക്കുകയാണോ അതോ ഇൻലാൻഡ് മൈനിങ്, അതായത് ഇവർ ഭൂമി ലീസിനെടുത്തിട്ട് അവിടെ ഖനനം നടത്തി ധാതുക്കൾ വേർതിരിച്ചെടുത്തതിന് ശേഷം മണ്ണ് കൊണ്ടിട്ട് ഫില്ല് ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട്, അത് നിർത്തണമെന്നാണോ ആവശ്യപ്പെടുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പൊന്മുടിയുടെ ഉദാഹരണം പറയുമ്പോൾ തന്നെ നീണ്ടകരയ്ക്കും ചവറയ്ക്കും ഇടയ്ക്ക് കോടീശ്വരം കോളനി എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. അവിടെ കരിമണൽ ഖനനം നടത്തിയതിന് ശേഷം ആളുകൾക്ക് വിട്ടുകൊടുത്ത ഭൂമിയാണ്. IRE ആണ് നമ്മുടെ ഖനനം നടത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് 6-7 മീറ്റർ വരെ ആഴത്തിൽ മണ്ണ് കുഴിച്ചെടുത്ത് ധാതുമണൽ വേർതിരിച്ചതിന് ശേഷം മണ്ണ് തിരിച്ച് റീഫില്ല് ചെയ്യുകയും അവിടുത്തെ ആളുകൾക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് സ്ഥലം തിരിച്ചു കൊടുക്കുകയും അവിടെ അവർ വീട് വെച്ചും കൃഷി ചെയ്തും ഒക്കെ ജീവിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു ഗ്രാമം മാത്രം നഷ്ടപ്പെട്ടു എന്നൊരു എക്സാമ്പിൾ നമ്മൾ പറയുമ്പോൾ ഇപ്പുറത്ത് മറ്റ് ചില വലിയ തോതിലുള്ള ഗ്രാമങ്ങൾ, ആ ഗ്രാമങ്ങളിലൊക്കെ തന്നെ വൈദ്യുതിയും വെള്ളവും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് IRE ആണ്. എനിക്ക് തോന്നുന്നു KMMലും അതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ആലപ്പാട് നടക്കുന്ന ഇപ്പോഴുള്ള ഈ ഒരു പ്രശ്നത്തെ മാത്രം എക്സാജറേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല ഈ 700 മീറ്റർ മാത്രം ഒരു ഈ ബീച്ച് വാഷിംഗ് നടക്കുന്നിടത്തുനിന്ന് 4000-ഓളം കുടുംബങ്ങൾ മാറിപ്പോയി എന്ന് പറയുന്നതിൽ എത്രമാത്രം വാസ്തവമുണ്ടെന്ന് എനിക്കറിയില്ല. ചിലപ്പം ഉണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് കണ്ടെത്തുകയാണ് വേണ്ടത്. അതിന് IRE ഉൾപ്പെടെയുള്ളവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ്. ഇവരൊക്കെ ഈ പറയുന്ന പല ക്ലിയറൻസും അവർക്കില്ലെന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ ക്ലിയറൻസുകൾ ഇല്ലാതെ ഇത്തരത്തിലൊരു സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ ബലമായ സംശയമുണ്ട്. അങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നത് എങ്കിൽ അത് ഈ വരുന്ന ചർച്ച നടക്കുന്ന ദിവസം കൃത്യമായിട്ടും അത് സർക്കാരിന് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഈ ധാതുമണൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ തീരപ്രദേശത്ത് നിന്ന് മാത്രമേ ഖനനം ചെയ്തെടുക്കാൻ പറ്റൂ. അത് മറ്റൊരു സ്ഥലത്ത് നിന്നും നമുക്ക് ഖനനം ചെയ്യാൻ എടുക്കാൻ പറ്റില്ല. ഈ പറയുന്ന ശ്രീ TC രാജേഷ് ഉന്നയിച്ചിരിക്കുന്ന വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. ഈ സമരം എന്നുള്ളത് IREക്ക് നേരെ മാത്രമുള്ള സമരമാണോ എന്നതാണ് ഒരു സംശയം. പിന്നെ പറയുന്നത് ഇവിടെ നിന്നും 5000-ഓളം പേർ മാറി എന്നുള്ളത്. ആ കണക്കുകൾ എങ്ങനെയെന്ന് കൃത്യമായി വിശദീകരിക്കേണ്ടി വരും. കാരണം ഇതേ രീതിയിൽ കരിമണൽ ഖനനം നടക്കുന്ന കോടീശ്വരം കോളനിയിൽ മറ്റൊരു ചിത്രമാണ് അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതേ സാഹചര്യത്തിലേക്ക് അല്പം കഴിഞ്ഞാൽ ഈ പ്രദേശവും വരുമെന്നിരിക്കെ എന്തിന് ഈ സമരമെന്നാണ് ചോദ്യം. ഇന്ന് വരെ IRE നടത്തിയ ഖനനം 89.5 ചതുരശ്ര കിലോമീറ്റർ 7.6 ചുരുങ്ങിയെന്നുള്ളതിന് അവിടുത്തെ റവന്യൂ രേഖകൾ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും മനസ്സിലാകുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾ അവിടുത്തെ വില്ലേജ് ഓഫീസിലുണ്ട്. വില്ലേജ് ഓഫീസിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ വിശദീകരണം ചോദിച്ചപ്പോൾ അതിൻ്റെ കണക്കുകൾ വില്ലേജ് ഓഫീസിൽ നിന്ന് പോയിട്ടുള്ളതുമാണ്. മറ്റൊന്ന്, ഈ ഭൂമി എങ്ങനെ പോയി എന്ന് ചോദിച്ചാൽ വെള്ളനാതുരത്ത് കേന്ദ്രീകരിച്ച് ഖനനം നടക്കുമ്പോൾ, കടൽ തീരത്ത് ഖനനം നടക്കുമ്പോൾ മറ്റുള്ള മേഖലയിൽ നിന്ന് മണൽ അവിടെ ഒഴുകിയെത്തും എന്നുള്ളൊരു വസ്തുതയാണ്. അത് പരിശോധിക്കണമെങ്കിൽ നമ്മുടെ ആലപ്പാട് പഞ്ചായത്തിൻ്റെ തീരത്തുടനീളം ഇന്ന് കാണുന്ന കടൽഭിത്തിക്ക് പടിഞ്ഞാറുവശം 2ഉം 3ഉം കടൽഭിത്തികൾ കടലിലുണ്ട്. പശ്ചിമഘട്ട മലനിരകൾ മുഴുവൻ പൊട്ടിച്ചു കൊണ്ടുവന്ന് കടലിൽ തള്ളിയതാണ്. ഇപ്പോൾ നിലവിലുള്ള സീവാളിൻ്റെ കിഴക്ക് ഭാഗത്തായി 7 മീറ്റർ വീതിയിൽ ഈ 16 കിലോമീറ്റർ നീളത്തിലും ഒരു വലിയ കുഴി രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. അതായത് അടുത്ത സീവാൾ നിർമ്മിക്കാൻ പോകുന്നത് ആ കുഴിയിലേക്കാണ്. ഇങ്ങനെ പല ഘട്ടങ്ങളിലായി IRE കോരിയെടുത്തത് അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വെള്ളനാതുരത്തു നിന്ന് ഇങ്ങനെ 50 വർഷവും കോരിയെടുക്കാൻ ഡെയിലി 10-100 ലോഡ് മണൽ കൊണ്ടുപോകാൻ അവിടെ മണൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയകളൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഈ മണലെന്ന് പറയുന്നത് എടുത്തു മാറ്റും തോറും തിര ഇവരുടെ കുഴിയിലേക്ക് കൊണ്ടിടുകയാണ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ നിരവധി പഠനങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളതാണ്, പഠനങ്ങൾ വെച്ചിട്ടുള്ളതാണ്, ഗവൺമെൻറ് മുമ്പാകെ ഉള്ളതാണ്. ഈ പഠനങ്ങളെല്ലാം ഉള്ളപ്പോഴാണ്
തികച്ചും വാസ്തവവിരുദ്ധമായി 700 മീറ്ററിൽ ഖനനം നടത്തിയാൽ എങ്ങനെയാണ്? 700 മീറ്ററിലല്ല, കേവലം 5 മീറ്ററിൽ പോലും മണലെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ തീരെ അപ്പം തന്നെ ആ കുഴി ഫില്ല് ചെയ്യും. പെട്ടെന്ന് ആ കുഴിയിൽ മണൽ കൂടുതലായിട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്നതല്ല, മറ്റ് മേഖലയിൽ നിന്ന് മണൽ ഒഴുകി വരുന്നതാണ്. 700 മീറ്റർ നീളത്തിൽ അവിടെ ഖനനം നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഖനനം നടത്തിക്കൊണ്ടിരുന്നാൽ ആ കുഴിയിലേക്ക് മറ്റുള്ള സ്ഥലത്തുനിന്ന് പരിസര പ്രദേശത്തു നിന്ന് മണലൊഴുകി വരും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഇവിടെ ശംഖുമുഖത്തെ കടലാക്രമണത്തെക്കുറിച്ച് പറഞ്ഞു. ശംഖുമുഖത്ത് എന്തുകൊണ്ട് കടലാക്രമണം ഉണ്ടായി എന്നുള്ളത്, കടലാക്രമണം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. വിഴിഞ്ഞത്ത് അതിൻ്റെ പുലിമുട്ട് നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞാൽ, നിലവിലുള്ള 4000 മീറ്റർ കടലിലേക്ക് ഇറങ്ങി ഒഴുക്കിനെ തടയുന്ന പുലിമുട്ട് നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞാൽ ശംഖുമുഖത്ത് കടലാക്രമണം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞിട്ടുള്ളതാണ്. ശംഖുമുഖം ഉൾപ്പെടെയുള്ള തീരങ്ങളിൽ. ഇവിടെ കൊല്ലം ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ്, ആലപ്പുഴയിലും. ആ ലൈറ്റ് ഹൗസ് നിന്നിടത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ. ആലപ്പാടിൻ്റെ തീരവും ആറാട്ടുപുഴയുടെ തീരവും മാത്രം പോയത് വെള്ളനാതുരത്ത് നടത്തിയ ഖനനത്തിൻ്റെ ആഘാതം തന്നെയാണെന്ന് പഠനം നടത്തിയാൽ മനസ്സിലാകുന്നതാണ്. നേരത്തെ നടത്തിയിട്ടുള്ള പഠനങ്ങളൊക്കെ ഇത്തരത്തിൽ ആഘാതമുണ്ടാകുമെന്നും ജൈവജാതികൾ നഷ്ടപ്പെടുമെന്നും, എന്തിനു പറയുന്നു, ഈ ആറാട്ടുപുഴയും ആലപ്പാടും എന്ന് പറയുന്ന പ്രദേശം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സമുദ്രം ഓണാട്ടുകരയിലേക്കും കുട്ടനാടിലേക്കും പ്രവേശിക്കുമെന്നുള്ളത് വസ്തുത തന്നെയാണ്. ഇപ്പം തന്നെ കുട്ടനാട്ടിലേക്ക് ഉപ്പുവെള്ളം തള്ളിക്കയറാതിരിക്കാൻ തോട്ടപ്പള്ളി സ്പീൽവേയിൽ മണൽച്ചാക്ക് അടുക്കിയിട്ട് കർഷകരുടെ കാവൽ നിൽക്കുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പത്രങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ ഈ 20-30 മീറ്ററായി ചുരുങ്ങിക്കഴിച്ചിരിക്കുന്ന ഈ പ്രദേശത്ത് ഇനി ശാസ്ത്രീയമായാലും അശാസ്ത്രീയമായാലും ഏതൊരു തരത്തിലുള്ള ഖനനം നടത്തിയാലും ഈ പശ്ചിമതീര ദേശീയ ജലപാത എന്നത് കടലായി മാറുമെന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ലാത്തതാണ്. പൊന്മനയിൽ തന്നെ, പൊന്മനയും വെള്ളനാതുരത്തും കൂടെ ചേരുന്ന ഭാഗത്ത് അയ്യാരുടെ ഖനന മേഖല തന്നെ 2014 ദേശീയ ജലപാതയും കടലും തമ്മിൽ യോജിച്ചതാണ്. ആ ഭാഗത്തുകൂടെ മണൽ വട്ടക്കായലിലേക്ക് ഇറങ്ങിയിട്ടുള്ളതാണ്. ആ വട്ടക്കായലിൽ ഇപ്പോൾ 90-100 മീറ്റർ ആഴത്തിലേക്ക് കുഴി കുഴിച്ചിരിക്കുകയാണ്. കാരണം യാദൃച്ഛികമായി ഖനനം ഏതെങ്കിലും ചർച്ചകളുടെ അടിസ്ഥാനത്തിലൊന്ന് നിർത്തിവെക്കേണ്ടി വന്നാൽ സ്വാഭാവികമായി കടലിൽ കയറിയ കുഴി നികരുന്നതിനുള്ള നടപടി അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയ്യാർ ഇപ്പം തന്നെ. എന്ന് പറഞ്ഞാൽ അർത്ഥം തികച്ചും നിയമവിരുദ്ധമായി വട്ടക്കായലിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്ന നടപടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ. ഏതൊരു ആളിനെ അവിടെ ചെയ്യുന്ന പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ ഇത് മനസ്സിലാകുന്നതാണ്. ഇതിന് പിന്നെ ഇവിടെ ഇത്രയും ഭൂമി പോയതിന് എന്താണ് തെളിവ് സർക്കാരിൻ്റെ കയ്യിലുണ്ട്. തെളിവ് റവന്യൂ രേഖകളിലുണ്ട്. 7200 ഹെക്ടർ ഭൂമിക്ക് 1996 ആയപ്പോൾ 7200 ഹെക്ടർ ഭൂമിയുടെ കരം വേണ്ടെന്ന് ആലപ്പാട് വില്ലേജ് തീരുമാനിച്ചതാണ്. ഇന്നും നിരവധി പ്രമാണങ്ങളുമായി ഇരിക്കുന്ന ആൾക്കാരുണ്ട് അവിടെ. കടലിലെ ഭൂമിയുടെ പ്രമാണമായിട്ടിരിക്കുന്നവരുണ്ട്. 20,000 ഏക്കർ പോയി എന്ന് പറയുന്നതിനകത്ത് ഞങ്ങൾക്കാർക്കും അത്ഭുതമൊന്നുമില്ല. കാരണം ഞങ്ങളുടെ പൂർവികരുടെ കയ്യിലും ഞങ്ങളുടെ ബന്ധുക്കളുടെ കയ്യിലും ആ പ്രദേശത്തുള്ളവരുടെ കയ്യിലും ധാരാളം പ്രമാണങ്ങൾ ഇരിപ്പുണ്ട് കടലിൽ കിടക്കുന്ന ഭൂമിയുടെ. ഈ ഭൂമി എവിടെയാണെന്ന് ചോദിച്ചാൽ കടലിൽ കുറേ ദൂരെ മാറി നിൽക്കുന്ന ബോട്ടോ വള്ളമോ കാണിക്കുക, അവിടെയായിരുന്നു എന്ന് പറയും. അതാണ് യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അവശേഷിക്കുന്ന 7.6 ചതുരശ്ര കിലോമീറ്റർ ഭൂമി കൊണ്ടുവേണം ഈ ലോകത്തെ ധാതുവിൻ്റെ ഉപയോഗം മൊത്തം നടക്കാൻ. അതാണൊരു സ്ഥിതിവിശേഷം. പിന്നെ ചവറയിൽ ചെയ്തത്, ചവറ നാഷണൽ ഹൈവേ ആയതുകൊണ്ട് ആ പ്രദേശത്ത് അത് റീഫില്ല് ചെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ 1968 മുതൽ ഇവിടെ നിന്ന് വാരിയ ആലപ്പാടിൻ്റെ തീരത്തുനിന്ന് വെള്ളനാതുരത്തു നിന്ന് വാരിയ മണലിൻ്റെ വേസ്റ്റ് മണൽ എവിടെയാണ്? അത് പറയാനുള്ള ബാധ്യത തയ്യാറിക്കില്ലേ? അല്ലെങ്കിൽ എവിടെയാണത് സൂക്ഷിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ ആ മണൽ അന്ന് തന്നെ ഡിപ്പോസിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ആലപ്പാടിന് ഈ സ്ഥിതി വരുമായിരുന്നില്ലല്ലോ. അപ്പോൾ ഈ പുത്തൻതുറയിൽ മാത്രം ഇത്തരം ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുകയും ഇവിടെ ഒരു പ്രാന്തപ്രദേശമായതുകൊണ്ട് ആരും അധികം ശ്രദ്ധിക്കാത്തൊരു മേഖലയായതുകൊണ്ട് ഇവിടെ കേന്ദ്രീകരിച്ച് വളരെ വിധ്വംസക പ്രവർത്തനങ്ങളാണ് അയ്യാർ നടത്തിയിട്ടുള്ളത്. എല്ലാ സമരങ്ങളെയും അവർ വളരെ മോശമായ രീതിയിൽ കൈകാര്യം ചെയ്യും. ചർച്ചകൾ വിളിച്ചിട്ട് ആ ചർച്ചകളിൽ കൊടുക്കുന്ന ഉറപ്പുകൾ പാലിക്കാതെ വീണ്ടും വീണ്ടും ജനങ്ങളെ ഭിന്നിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഖനനം നടത്തിയ ചരിത്രമാണുള്ളത്. ഇപ്പോഴും ഇതിനകത്ത് നമ്മൾ വളരെ മനുഷ്യസ്നേഹികളായിട്ടുള്ളവർ, അല്ലെങ്കിൽ ഈ നാടിനെ സ്നേഹിക്കുന്നവരായിട്ടുള്ള തീരദേശ മേഖലയെ സ്നേഹിക്കുന്ന ആൾക്കാർ ഒന്നടങ്കം ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് കേവലം ആലപ്പാടിൻ്റെ മാത്രം വിഷയമല്ല. ആലപ്പാട് നടത്തുന്ന ഖനനത്തിൻ്റെ ആഘാതം ആറാട്ടുപുഴയ്ക്കും തൃക്കുന്നപ്പുഴയുടെ തീരത്തെ ചാകര ഉൾപ്പെടെയുള്ള പ്രകൃതി സന്തുലിതാവസ്ഥ തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ചാകരയെ വരെ തകർക്കുന്ന പ്രവർത്തനങ്ങളായി മാറിയിരിക്കുകയാണ്. മുൻകാലത്ത് ഈ ആറാട്ടുപുഴയുടെയും
തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൻ്റെയും ഒക്കെ തീരത്തുണ്ടായിരുന്ന ചാകര ഇന്നില്ല. ഈ സ്ഥിതിവിശേഷമൊക്കെ ഈ ഖനനത്തിൻ്റെ ആഘാതം തന്നെയാണ്. അതിന് പഠനങ്ങൾ പലതുമുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ധാരാളം പഠനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ പരിശോധിക്കാൻ മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ പി ചിത്തരഞ്ജൻ, ശ്രീകുമാറിനുള്ള മറുപടി താങ്കൾ നൽകണം. ഇതിപ്പോൾ ശ്രീ രാജേഷ് പറഞ്ഞതുപോലെ എന്തുകൊണ്ട് IREക്കെതിരെ മാത്രം എന്നുള്ള ചോദ്യം അപ്രസക്തമാവുകയാണ്. കാരണം 1965 മുതൽ IREയുടെ ഖനനമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവർ ചോദ്യം ചെയ്യുക IREയെ തന്നെയാണ്. പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ എത്രത്തോളം തുറന്ന മനസ്സോടുകൂടി ഉള്ളതാണ് എന്ന കാര്യത്തിലും സംശയമുണ്ട്. ഈ കരിമണൽ ഖനനത്തിന് സ്വകാര്യ മേഖലയും പരിഗണിക്കുന്നു എന്ന ഹൈക്കോടതി വിധിക്കെതിരെ നിങ്ങൾ അപ്പീൽ നൽകിയത് എപ്പോഴാണ്, ഏത് ഘട്ടത്തിലാണ്? അപ്പീൽ പരിഗണിക്കാതെ കോടതി തള്ളുന്ന സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിലുള്ള ആത്മാർത്ഥത സംശയിക്കപ്പെടുന്നുണ്ട്. ശ്രീ ചിത്തരഞ്ജൻ, അല്ല, ഇവിടെ ഈ വിഷയത്തെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ശ്രീ രാജേഷ് ഇവിടെ ചൂണ്ടിക്കാണിച്ച അഭിപ്രായത്തോട് ഞാൻ 100% യോജിക്കുകയാണ്. ശ്രീ ജ്യോതികുമാർ എത്ര ബാലിശമായിട്ടാണ് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇതുവരെ എവിടെയായിരുന്നു? ഇവിടെ ഇപ്പോൾ അവിടെ കഴിഞ്ഞ കരുനാഗപ്പള്ളിയിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച CR മഹേഷ് നാളെ സത്യാഗ്രഹം കിടക്കാൻ പോണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീ KC വേണുഗോപാൽ 10 വർഷക്കാലമായി പാർലമെൻറ്റ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MP ആയിരുന്നല്ലോ. അദ്ദേഹം നാളെയാണോ അവിടുത്തെ ഖനനത്തെ കാണാൻ തയ്യാറാകുന്നത്? ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നല്ലോ. അദ്ദേഹത്തിന് ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഏറ്റവും കിട്ടുന്ന ഒരു ആയുധത്തെ ഉപയോഗിക്കുക എന്നതിനേക്കാൾ അപ്പുറം കോൺഗ്രസിന് ഈ സമരത്തോടൊന്നും ഒരു ആത്മാർത്ഥതയില്ല എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ അക്കാര്യത്തിൽ നിങ്ങളും മോശക്കാരല്ല. നിങ്ങളും ചില ഘട്ടത്തിൽ സമരം ചെയ്തിട്ടുണ്ട്. സ്വകാര്യ മേഖലയിൽ ഒരു കമ്പനിക്ക് വേണ്ടി തന്നെ സമരം ചെയ്ത ചരിത്രം കൂടി നിങ്ങൾക്കുണ്ട്. ശ്രീ ചിത്തരഞ്ജൻ, ഇവിടെ മറുപടി ജ്യോതികുമാർ ചാമക്കാലയ്ക്കല്ല നൽകേണ്ടത്. ശ്രീ ചിത്തരഞ്ജൻ, ഇവിടെ മറുപടി കാത്തിരിക്കുന്നത് ശ്രീകുമാറാണ്. ശ്രീകുമാറിനുള്ള മറുപടി നൽകൂ. ശ്രീ ചിത്തരഞ്ജൻ, ഞാൻ ജ്യോതികുമാറിനും ശ്രീകുമാറിനും ഒരുപോലെ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ പറയണമെന്ന് നിങ്ങൾ ധരിക്കരുതും. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞോളാം. അതിനകത്ത് ജ്യോതികുമാറിനും ശ്രീകുമാറിനും കൊടുക്കേണ്ടതിന് മറുപടി എങ്ങനെ കൊടുക്കണമെന്ന് എനിക്ക് നന്നായി അറിയാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. 1963-64-63 IRE ഖനനം ആരംഭിക്കുന്നത്. അതിനു മുമ്പ് 74 വർഷം സ്വകാര്യ മേഖലയായിരുന്നു. ആ ചരിത്രത്തിലേക്ക് നിങ്ങളത് പോകണം. 1980 ഈ ഖനനം പൊന്മനയിൽ KMML വരുന്നത്. ഈ 2 പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ രംഗത്ത് വന്നത് അതിനു മുമ്പെല്ലാം ഇത് ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന വൻകിടക്കാരുണ്ട്. ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ പലരും പറയുമ്പോൾ അതിനെ വ്യാഖ്യാനിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതിൻ്റെ പിന്നിൽ മറ്റേതെങ്കിലും ലോബി പ്രവർത്തിക്കണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതെല്ലാം വരുംകാല ദിവസക്കാലത്തെ ചർച്ചകളിൽ നമുക്ക് വരാം. ശ്രീ ചിത്തരഞ്ജൻ, അപ്പോൾ താങ്കൾ നേരത്തെ ആദ്യം പറഞ്ഞ വാദത്തിൽ നിന്ന് താങ്കൾ പിന്നോട്ട് പോവുകയാണോ? അവിടെയുള്ളവർക്ക് പ്രശ്നങ്ങളുണ്ട്, അവിടെയുള്ളവർക്ക് ഭൂമി നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആത്യന്തികമായി അവിടെ ഖനനം നടക്കുമ്പോൾ നഷ്ടപ്പെടുന്നവർക്ക് പകരം എന്ത് ലഭിക്കുന്നു എന്നുള്ള അടിസ്ഥാനപരമായ ചോദ്യത്തിനുള്ള മറുപടി ആദ്യം. ഈ നഷ്ടപ്പെടുന്നവരെ ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ CPM മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊന്ന് പറയാൻ ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഒന്ന് അനുവദിക്കുക. ഒന്ന്, ഞങ്ങൾ പറയുന്നത് ഈ സീ വാഷിംഗ് ഉൾപ്പെടെയുള്ള അശാസ്ത്രീയമായിട്ടുള്ള ഖനനം അവസാനിപ്പിക്കണം. ഇനി 1 ഇഞ്ച് ഭൂമി പോലും നഷ്ടപ്പെടാൻ കഴിയുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടണം. ശാസ്ത്രീയമായ ഖനനം ഉണ്ടാകണം. പിന്നെ കരയുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയണം. 3ാമത് ഞങ്ങൾ പറയുന്നത് ഭൂമി നഷ്ടപ്പെട്ടിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഭൂമി ഏറ്റെടുക്കുന്നവർക്ക്, ആ ഭൂമി ഏറ്റെടുക്കുന്നവർക്ക് ഇപ്പോൾ കൊടുക്കുന്ന നഷ്ടപരിഹാരത്തിന് കാലതാമസം ഉണ്ടാകുകയാണ്. അത് ഉടനെ കൊടുക്കുവാനുള്ള നടപടി സ്വീകരിക്കണം. അതിന് കാലോചിതമായിട്ടുള്ള പരിഷ്കരണവും വരുത്തുവാൻ തയ്യാറാകണം. മറ്റൊന്നെന്താ, ആ പ്രദേശത്തിൻ്റെ വികസനത്തിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കാൻ തയ്യാറാകണം. ഈ 4 കാര്യങ്ങളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ ബഹുമാനനായിട്ടുള്ള ശ്രീ EP അനിൽ അദ്ദേഹം കൂടെ പറഞ്ഞു, മത്സ്യത്തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മളുടെ രാജ്യത്തിൻ്റെ സ്വത്തായി വരുന്ന
നമ്മുടെ നാട്ടിൽ 10,000-കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഈ ധാതു സമ്പത്തിനെ അതിനെ അന്യാധനമാക്കി കളയുക, നശിപ്പിച്ച് കളയുക എന്നൊരു നിലപാട് ഈ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയുമോ? അതിൽ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത നിലയിൽ തന്നെ ശാസ്ത്രീയമായ ഖനന രീതി കരുതലിലൂടെ നമ്മുടെ തീരത്തെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അതിനെ പരമാവധി നമുക്ക് ചൂഷണം ചെയ്യുക എന്നുള്ളതല്ലേ ഒരു രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യം? ശരി, ഈ വാദം താങ്കൾ നേരത്തെയും ആവർത്തിച്ചുകൊണ്ട് ഇടപെടുകയാണ് ശ്രീ ചിത്രരഞ്ജൻ. ഒരു ഇടവേളയ്ക്ക് ശേഷം ശ്രീ ജ്യോതികുമാർ ചാമക്കാല മറുപടി നൽകും. മടങ്ങിയെത്താം. 4 മിനിറ്റേ ഉള്ളൂ. ശ്രീ ജ്യോതികുമാർ ചാമക്കല സഹകരിക്കണം, ശ്രീ അനിലിന് കൂടി സംസാരിക്കണം. താങ്കൾക്ക് മറുപടി നൽകാം. അല്ല, ഈ ചിത്രരഞ്ജൻ പറഞ്ഞതിനെക്കുറിച്ച് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ആദ്യഘട്ടത്തിൽ സംസാരിച്ചപ്പോൾ ഒരു ഘട്ടത്തിൽ ഇതിനകത്ത് രാഷ്ട്രീയം കൂട്ടിക്കൊഴിച്ചിട്ടേ ഇല്ല. ആദ്യഘട്ടത്തിൽ രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ളത് മന്ത്രിയുടെ മേഴ്സിക്കുട്ടിയമ്മയുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ, അത് അവിടുത്തെ സമര രംഗത്ത് നിൽക്കുന്നവരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളൊക്കെ മാത്രമേ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ. പിന്നെ രാഷ്ട്രീയം പറയാൻ പോലെ എനിക്ക് ഒത്തിരി പറയാനുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഒന്ന് മനസ്സിലാക്കണം, 2001 LDF ഭരിക്കുമ്പോൾ പോലും UDF ഭരിക്കുമ്പോൾ പോലും അന്ന് LDFിൻ്റെ നിങ്ങളുടെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീ MA ബേബി സമരരംഗത്ത് ഇറങ്ങിയപ്പോൾ അതിനോടൊപ്പം നിന്നവരാണ് കോൺഗ്രസ്സുകാർ. അന്നത്തെ MP ആയിരുന്ന ശ്രീ VM സുധീരനും അന്നത്തെ ആലപ്പുഴ MLA ആയിരുന്ന ശ്രീ KC വേണുഗോപാലും ഉൾപ്പെടെ സമരരംഗത്തുണ്ടായിട്ടുണ്ട്. 2013 മുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളും സജീവമായി രംഗത്താണ്. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് DCCയുടെ പ്രസിഡന്റ് ശ്രീ M ലിജു, അദ്ദേഹം യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായിരിക്കുമ്പോൾ മുതൽ തിരുവനന്തപുരം മുതൽ ഈ പറഞ്ഞ പ്രദേശങ്ങളിലെല്ലാം സൈക്കിൾ പര്യടനം ഉൾപ്പെടെ നടത്തിയതിന് പ്രചാരം നേടിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ മുഴുവൻ പ്രവർത്തകരും അവിടെ സമരരംഗത്താണ്. 73 ദിവസമായി സമരം കിടക്കുന്നതിൽ ഭൂരിപക്ഷം പേരും യൂത്ത് കോൺഗ്രസാണ്. അവർ പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ പേരിലല്ലോ കിടക്കുന്നത്, സമരസമിതിയുടെ പേരിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിനകത്ത് രാഷ്ട്രീയമേ ഇല്ല. ഇപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് സുമേഷിൻ്റെ പേരിൽ മാത്രം ഈ ഖനനവുമായി ബന്ധപ്പെട്ട് 12 പോലീസ് കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സജീവമായ ഒരു സമരരംഗത്താണ്. നിങ്ങൾക്കാണ് ഇരട്ടത്താപ്പുള്ളത്. ഞാൻ രാഷ്ട്രീയത്തെക്കുറിച്ച് അത്രയും മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞങ്ങളുടെ ശ്രീ VM സുധീരൻ്റെ നിലപാടിനെ സംബന്ധിച്ചോ ശ്രീ KC വേണുഗോപാലിൻ്റെ നിലപാടിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ TN പ്രതാപിൻ്റെ നിലപാടിനെ കുറിച്ചൊക്കെ പൊതുസമൂഹത്തിന് അറിയാം. ശ്രീ ചിത്രരഞ്ജൻ അറിഞ്ഞുകൂടെങ്കിലും 2014 ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് മീറ്റിംഗ് വിളിച്ചുകൂടാൻ മുൻകൈയെടുത്തത് ശ്രീ KC വേണുഗോപാൽ MP ആണ്. അതിലാണ് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ സംസ്ഥാനത്ത് നിലവിലുള്ള നിയമം അനുസരിച്ച് അവിടുത്തെ തൊഴിലാളികളെ, മത്സ്യത്തൊഴിലാളികളെ, അവിടുത്തെ പരിസരവാസികളെ വിശ്വാസത്തിലെടുക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇവിടെ നിയമമുണ്ടായിട്ടും നിങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു. അപ്പോൾ ഞങ്ങളല്ലല്ലോ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സംസാരിച്ചല്ലോ ചിത്രരഞ്ജൻ. നിങ്ങൾ എന്തെല്ലാം വിവരക്കേടുകൾ പറഞ്ഞു, ഞാൻ ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ എന്തെല്ലാം വിവരക്കേട് പറഞ്ഞപ്പോൾ ഞാൻ രാഷ്ട്രീയ ചർച്ചയല്ലല്ലോ. ദയവ് ചെയ്ത് കൂടി സമയം കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ 4 മിനിറ്റ് ശ്രീ അനിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ശരി, ശ്രീ അനിൽ പറയട്ടെ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കഴിഞ്ഞ സർക്കാരുകളെ പോലെ പരിസ്ഥിതി വിഷയത്തിൽ ജനങ്ങളെ നിരാശപ്പെടുത്തുകയാണ്. നമുക്ക് പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിയമങ്ങളെയും അട്ടിമറിച്ചു. CRZ തീരദേശത്തിൻ്റെ ഉത്കണ്ഠാകുലമായ കടലാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സഹായമായിരുന്ന CRZൽ കൃത്യമായി വെള്ളം ചേർത്തു. അതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായി ഒരു പ്രദേശത്ത് സമരമുണ്ടായാൽ ആ സമരത്തിൽ പങ്കെടുക്കുന്നവർ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പുറത്തുള്ളവരാണെങ്കിൽ അവരെ ഏതോ ചില ആളുകളുടെ സ്പോൺസർമാരായി ചിത്രീകരിക്കുന്ന രീതി ശരിയായ രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമാണ്. നമുക്കറിയാമല്ലോ, വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് 5000 കോടി രൂപയുടെ ആരോപണം ഉയർത്തിയ കക്ഷിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. ഇപ്പോൾ ആരോപണം ഇവിടെ പോയി. അതുകൊണ്ട് കേരളം സംരക്ഷിക്കപ്പെടേണ്ടത് രാഷ്ട്രീയ പ്രവർത്തകർക്കും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കും പരമപ്രധാനമാണ്. ആലപ്പാട്ടെ ഖനനം നിർത്തിവെച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ ഉത്കണ്ഠ പരിഹരിച്ചതിന് ശേഷം ശാസ്ത്രീയമായി ഉത്തരവാദിത്തബോധത്തോടുള്ള ഖനനം നടത്തണം. ബുധനാഴ്ച ചർച്ച നടത്തും മുമ്പ് സമരസമിതിക്ക് കൂടി വിശ്വാസയോഗ്യമായ എന്തൊക്കെ കാര്യങ്ങൾ സർക്കാരിന് മുന്നോട്ട് വെക്കാനാവുന്നു എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കും.